നമസ്കാരം. നമ്മളിന്ന് സ്റ്റീഫൻ ആർ കോവിയുടെ ആ ആ ലോക പ്രശസ്തമായ പുസ്തകമില്ലേ, ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, അതൊന്ന് ആഴത്തിൽ നോക്കാൻ പോവുകയാണ്. അതെ. നമ്മുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലുമൊക്കെ കാര്യക്ഷമത കൂട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഐഡിയാസ് ഇതിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കാതൽ എന്താണെന്ന് നമുക്കൊന്ന് വേഗം നോക്കാം, അല്ലേ? തീർച്ചയായും. ഇതൊരു സാധാരണ സെൽഫ് ഹെൽപ്പ് പുസ്തകം പോലെയല്ല ശരിക്കും. ഓക്കെ. പെട്ടെന്നുള്ള ചില ടെക്നിക്കുകൾക്ക് പകരം നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളില്ലേ, സത്യസന്ധത, വിനയം, അങ്ങനെയുള്ള മൂല്യങ്ങൾ, ശരി, അതിലൂന്നിയുള്ള ഒരു തത്വകേന്ദ്രീകൃത സമീപനമാണ് കോവി പറയുന്നത്. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ ആദ്യം ഫ്രീ ആകുക, ഇൻഡിപെൻഡന്റ് ആകുക, എന്നിട്ട് അവിടുന്ന് പരസ്പരം സഹകരിച്ചു മുന്നേറുന്ന ഒരു ഇന്റർഡിപെൻഡൻസ് ലെവലിലേക്ക് എത്തുക. അതാണ് ഇതിലെ ഒരു പ്രധാന ആശയം. നന്നായി പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ ശീലത്തിലേക്ക് കടക്കാം. ബി പ്രോആക്റ്റീവ്, ക്രിയാത്മകമായിരിക്കുക. അതായത് ചുമ്മാ ചുറ്റുപാടുകളെ കുറ്റം പറയാതെ നമുക്ക് കൺട്രോൾ ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അങ്ങനെയല്ലേ? അതെ. അവിടെയാണ് ഈ സ്വാധീന വലയം, അതായത് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന ആശയം വരുന്നത്. ശരിയാണ്. നമുക്ക് നേരിട്ട് മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ, അതിൽ നമ്മുടെ ഊർജം കൊടുക്കുക. ചുമ്മാ വേവലാതിപ്പെടുന്ന ആ സർക്കിൾ ഓഫ് കൺസേണിൽ കിടന്ന് കറങ്ങുന്നതിനേക്കാൾ നല്ലതാണ്. ഒരു സിറ്റുവേഷന്റെ ഇരയാകാതെ നമ്മുടെ പ്രതികരണം നമുക്ക് തെരഞ്ഞെടുക്കാം എന്നൊരു തിരിച്ചറിവ്, അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക, അതാണ് പ്രധാനം. ശരിയാണ്. ആ ഒരു തിരിച്ചറിവ് തന്നെ വലിയൊരു സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തേത്, ബിഗിൻ വിത്ത് ദി എൻഡ് ഇൻ മൈൻഡ്. അവസാനം എന്താവണമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങുക. ഇത് നമ്മുടെ ലൈഫിലെ വലിയ ഗോളുകളെക്കുറിച്ചാണോ? അതിനേക്കാൾ നമ്മുടെ ഓരോ ദിവസത്തെ തീരുമാനങ്ങളെയും നയിക്കാൻ ഒരു ഡയറക്ഷൻ ഉണ്ടാവുക എന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാല്യൂസ് എന്താണ്, അതൊന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ഒരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത് നല്ലതാ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്നൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഡെയിലി ഡിസിഷൻസ് എടുക്കാൻ അത് ശരിക്കും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ലക്ഷ്യബോധം കിട്ടിയാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? മൂന്നാമത്തെ ശീലം, പുട്ട് ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക. ഇത് ടൈം മാനേജ്മെന്റ് ആണോ? ടൈം മാനേജ്മെന്റ് മാത്രമല്ല, അതിനേക്കാൾ നമ്മുടെ ലൈഫിലെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. കോവിയുടെ ആ ടൈം മാട്രിക്സ് ഇല്ലേ, കാര്യങ്ങൾ ഏർജന്റ് ആണോ എന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണോ എന്നതിന് ഊന്നൽ കൊടുക്കണം. ശരിയാണ്. നമ്മൾ പലപ്പോഴും തിരക്കുള്ള പക്ഷെ അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ പെട്ടുപോകാറുണ്ട്. എന്നാൽ പേഴ്സണൽ ഗ്രോത്ത്, റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, ലോങ് ടേം ഗോളുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള ശരിക്കും പ്രധാനപ്പെട്ട എന്നാൽ അത്ര അർജന്റ് അല്ലാത്ത കാര്യങ്ങൾ, ക്വാഡ്രന്റ് 2 എന്ന് പറയും. അതിനുവേണ്ടി സമയം കണ്ടെത്തണമെന്നാണ് ഈ ശീലം പറയുന്നത്. ഈ ആദ്യത്തെ 3 ശീലങ്ങളാണ് ഒരു പ്രൈവറ്റ് വിക്ടറി, അതായത് വ്യക്തിപരമായ വിജയത്തിന് ബേസ് ഉണ്ടാക്കുന്നത്. അപ്പോ ഈ പ്രൈവറ്റ് വിക്ടറി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളാണല്ലേ? അതാണോ നാലാമത്തെ ശീലം, തിങ്ക് വിൻ വിൻ? അതെ, കൃത്യമായി. നമ്മൾ ആരുമായി ഇടപഴകുമ്പോഴും 2 കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കാൻ നോക്കുക. ഇതൊരു ടെക്നിക് എന്നതിനേക്കാൾ ഒരു ഫിലോസഫിയാണ്. ശരി. ഒരാൾ ജയിക്കാനും മറ്റൊരാൾ തോൽക്കണമെന്ന ആ വിൻ ലൂസ് ചിന്താഗതിയോ അല്ലെങ്കിൽ എല്ലാവർക്കും നഷ്ടം വരുന്ന ലൂസ് ലൂസോ ഒഴിവാക്കണം. എല്ലാവർക്കും വിജയിക്കാൻ ആവശ്യത്തിന് അവസരങ്ങളുണ്ട് എന്നൊരു അബണ്ടൻസ് മെന്റാലിറ്റി, അതായത് ഒരു സമൃദ്ധിയുടെ മാനസികാവസ്ഥ, അത് വേണം. അല്ലാതെ എല്ലാം ലിമിറ്റഡ് ആണെന്നുള്ള സ്കേർസിറ്റി മെന്റാലിറ്റി അല്ല. ഈ വിൻ വിൻ നടക്കണമെങ്കിൽ മറ്റുള്ളവരെ നന്നായിട്ട് മനസ്സിലാക്കണ്ടേ? അപ്പോ അഞ്ചാമത്തെ ശീലത്തിന് ഇവിടെ വലിയ റോളുണ്ട്. സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്, ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. വളരെ ശരിയാണ്. കമ്മ്യൂണിക്കേഷനിലെ ഒരു പ്രധാന പ്രശ്നം അതാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് മറ്റേയാൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ്, അതെ, അല്ലാതെ ശരിക്കും മനസ്സിലാക്കാനല്ല. മറ്റൊരാൾ പറയുന്ന വാക്കുകൾക്കപ്പുറം അവരുടെ ഫീലിംഗ്സും അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ശരിക്കും ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതാണ് എംപാത്തിക് ലിസണിംഗ്. സഹാനുഭൂതിയോടെ കേൾക്കുക. അതെ. നിങ്ങളുടെ അഭിപ്രായം പറയുന്നതിന് മുൻപ് മറ്റുള്ളവരെ ശരിക്കും മനസ്സിലാക്കാൻ നോക്കുന്നത് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ട്രസ്റ്റ് ഉണ്ടാക്കാനും ഒരുപാട് സഹായിക്കും. ഓക്കെ, മറ്റുള്ളവരെ മനസ്സിലാക്കി ഒരു വിൻ വിൻ ആറ്റിറ്റ്യൂഡൊക്കെയായി. അപ്പോൾ അടുത്തത് ആറാമത്തെ ശീലം, സിനർജൈസ്, ഊർജങ്ങളെ ഒരുമിപ്പിക്കുക.
അതാണോ? അതെ, സിനർജി. അതായത് വ്യത്യസ്ത കഴിവുകളും കാഴ്ചപ്പാടുകളുമൊക്കെ ഒരുമിച്ചു വരുമ്പോൾ ഓരോരുത്തരും തനിച്ചുണ്ടാക്കുന്നതിനേക്കാൾ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ആഹാ. ദി ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. അതേ ആശയം. ഒന്നും ചേർന്നാൽ ചിലപ്പോൾ 2 3 4 ഒക്കെ ആകാം. ഈ വ്യത്യാസങ്ങളെ ഒരു പ്രശ്നമായിട്ട് കാണാതെ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് അതിൽ നിന്ന് പുതിയ ഐഡിയാസ് ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ഈ ക്രിയേറ്റീവ് കോഓപ്പറേഷൻ നടക്കുന്നത്. ശരി. അപ്പോൾ ഈ 6 ശീലങ്ങളും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്വയം ഇംപ്രൂവ് ചെയ്യണമല്ലോ. അതാണ് ലാസ്റ്റ് ഹാബിറ്റ്, 7ാമത്തേത്. ഷാർപ്പൻ ദ സോ. വാളിനു മൂർച്ച കൂട്ടുക. തീർച്ചയായും. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് നമ്മൾ തന്നെയാണ്. അപ്പോൾ സ്വയം നോക്കുകയും റിന്യൂ ചെയ്യുകയും വേണം. 4 ഏരിയകളിലാണ് ഈ മൂർച്ചകൂട്ടൽ വേണ്ടത്. 4 ഏരിയകൾ? അതെ. 1 ഫിസിക്കൽ, അതായത് വ്യായാമം, നല്ല ഭക്ഷണം, റെസ്റ്റ്. 2 മെന്റൽ, വായന, പഠനം, ചിന്ത. 3 സോഷ്യൽ അല്ലെങ്കിൽ ഇമോഷണൽ, നമ്മുടെ ബന്ധങ്ങൾ, എംപതി, മറ്റുള്ളവരെ സഹായിക്കൽ. 4ാമത്തേത് സ്പിരിച്വൽ, നമ്മുടെ വാല്യൂസ്, ധ്യാനം, ചിലപ്പോൾ പ്രകൃതിയോടൊക്കെയുള്ളൊരു കണക്ഷൻ. ഈ 4 ലെവലിലും നമ്മൾ ശ്രദ്ധിച്ച് സ്വയം ഷാർപ്പൻ ചെയ്യുമ്പോഴേ മറ്റെല്ലാ ശീലങ്ങളും ലോങ് ടേമിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരിക്കുള്ള എഫക്റ്റീവ്നെസ്സും വിജയവുമൊക്കെ വരുന്നത് പുറമേ കാണുന്ന എന്തെങ്കിലും ടെക്നിക്കോ കാര്യങ്ങളോ കൊണ്ടല്ല. അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ സ്വഭാവം, നമ്മുടെ ക്യാരക്ടർ, തത്വങ്ങൾ, അതിൽ നിന്നാണ്. ഒരു ഇൻസൈഡ് ഔട്ട് അപ്രോച്ച്. വളരെ ശരിയാണ്. ക്യാരക്ടറാണ് പ്രധാനം, പേഴ്സണാലിറ്റിയല്ല. സത്യസന്ധത, ഇന്റഗ്രിറ്റി, വിനയം, ആ ഒരു ബേസിക് വാല്യൂസിലാണ് കാര്യക്ഷമതയുടെ ഫൗണ്ടേഷൻ. മാറ്റം തുടങ്ങേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും നമ്മുടെ ഉള്ളിൽ നിന്നാണ്. സ്റ്റീഫൻ കോവിയുടെ ദ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നീ പുസ്തകത്തിലെ പ്രധാന ആശയങ്ങളിലൂടെ നമ്മൾ പെട്ടെന്നൊന്ന് പോയി. നിങ്ങൾക്ക് ഇത് പുതിയ ചില ചിന്തകളൊക്കെ തന്നുവെന്ന് കരുതുന്നു. ഈ ശീലങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും വർക്ക് ലൈഫിലും എങ്ങനെ